എല്ലാവർക്കും നമസ്കാരം. ഛത്തീസ്ഗഡിൽ വെള്ളിയാഴ്ച 3 മണിയോടുകൂടി 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് 4-ാം ദിവസം ജയിലിലാണ് അവരിൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്ന് പറയുന്നത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും. അപ്പോൾ സംഘികളുടെ സ്വഭാവം ശരിക്കും ഇപ്പോഴാണ് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നത്. മുസ്ലിങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാണ്, അവർക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. സംഘികൾ അവരുടെ വർഗ സ്വഭാവം എപ്പോഴും കാണിക്കും. അത് ബജ്രംഗളായാലും ശരി, RSS ആയാലും ശരി, ഹിന്ദു മഹാസഭയായിരുന്നാലും ശരി, ശ്രീരാമസേനയായാലും ശരി, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ. ഒരു സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവർ അടുത്ത സംഘടന ഉണ്ടാക്കും. അങ്ങനെ എന്തായാലും ശരി, ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യുകയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അത് മനസ്സിലാക്കാൻ ഈ ക്രിസ്ത്യാനികൾക്ക് കുറേ സമയം പിടിക്കും. അപ്പോൾ മുസ്ലിങ്ങൾ പ്രതികരിക്കുകയാണ്, അത് ചെയ്തത് തെറ്റാണ്, അതെന്തുകൊണ്ട് നമ്മുടെ മതസ്വാതന്ത്ര്യവും നമ്മുടെ അവകാശവും അവകാശ ലംഘനമാണ് അവർ നടത്തുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മുസ്ലിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ പറയും, മുസ്ലിങ്ങളുടെ സ്നേഹം കണ്ടോ, ഞങ്ങളുടെ ആഫ്രിക്കയിൽ ഏതെങ്കിലും നൈജീരിയയിലോ അല്ലെങ്കിൽ കോങ്കോയിലോ അല്ലെങ്കിൽ ഖാനയിലോ അവിടെ ഇവിടെ ഞങ്ങളുടെ പള്ളികൾ കയറി അവർ ആക്രമിച്ചു. സ്വന്തം വീട് ആദ്യം നോക്കുക, അതിനുശേഷമാണ് ബാക്കിയുള്ള വീട് അന്വേഷിക്കേണ്ടത്, അവിടെ എന്തെങ്കിലും ആക്രമണം നടത്തുക. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറഞ്ഞ നാളുകൾക്ക് മുമ്പാണ് മണിപ്പൂരിൽ 2 യുവതികളായ ക്രിസ്ത്യാനികളെ ഒരു മനുഷ്യക്കൂട്ടം, ജനങ്ങളാണ്, നഗ്നരായി നടത്തിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്നു. അന്ന് മുസ്ലിങ്ങൾ ബഹളം ഉണ്ടാക്കി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് എന്താ സ്നേഹം ക്രിസ്ത്യാനികളോട്. ക്രിസ്ത്യാനികൾ തന്നെ പറയാണ്, എന്താ സ്നേഹം, നിങ്ങൾ അത്രയും സ്നേഹിക്കേണ്ട. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളോട് ഉള്ള സ്നേഹം കൊണ്ടല്ല പ്രതികരിക്കുന്നത്. അവരുടെ ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികളുടെ നേരെയാണെങ്കിൽ അത് നാളെ മുസ്ലിങ്ങളുടെ നേരെയാവും. അത് കഴിഞ്ഞ് ഇവിടെയുള്ള പാവപ്പെട്ട ദളിതന്റെയും പിന്നോക്ക സമുദായക്കാരൻ്റെയും പട്ടികജാതി പട്ടികവർഗക്കാരൻ്റെയും മുകളിലാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ക്രിസ്ത്യാനിക്ക് ഇല്ലാതായിപ്പോയി. എന്ത് ചെയ്യാനൊക്കെ. അപ്പോൾ ഇപ്പോൾ അവർ മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ക്രിസംഗി ചാനലുകൾ, ക്രിസംഗി എന്ന് പറയാൻ അറിയാമല്ലോ, സംഖ്യകളെ താങ്ങുന്ന കുറേ ക്രിസ്ത്യാനികളും ചാനലുകളും ഇവിടെ ഉണ്ട്. അവർക്ക് എന്താണ്, യജമാനനേക്കാൾ വലിയ സ്നേഹമാണ്. അതായത് BJP-ക്കാർക്കും സംഘപരിവാർക്കാർക്കും മോഡിയോടുള്ള സ്നേഹത്തെക്കാളും ബഹുമാനത്തെക്കാളും